തിരികെ പോവുകയാണ്. ഇപ്പോൾ അല്ലമീൻ ടെലിഫോൺ ലൈനിലുണ്ട്. അല്ലമീൻ, ഇനി എത്ര വോട്ടുകൾ എണ്ണാനുണ്ട്? എങ്ങനെയാണ് പുതിയ നില? ആറ്റിങ്ങലിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടരുകയാണ്. നമുക്കിപ്പോഴും കൃത്യമായ ഒരു ലീഡ് പ്രവചിക്കാൻ പറ്റാത്ത ഒരു സാധ്യമല്ലാത്തൊരു സാഹചര്യത്തിലാണ്. കാരണം ഇനി ചില മണ്ഡലങ്ങളിലെ ബൂത്തുകൾ കൂടി എണ്ണാനുണ്ട്. പക്ഷേ ആ രണ്ട് മേഖലകളിലും ഒരുപോലെ LDFനും UDFനും സ്വാധീനമുള്ള മേഖലകളാണ്. ഇതുവരെ വോട്ടെണ്ണൽ പൂർത്തിയാക്കിയ ഇടങ്ങളിലൊക്കെ തന്നെ LDFന് സ്വാധീനമുള്ള മേഖലകളിൽ UDFന്റെ ഒരു കടന്നുകയറ്റവും UDFന് സ്വാധീനമുള്ള മേഖലകളിൽ ഇടതുമുന്നണി കടന്നുകയറുന്ന ഒരു കാഴ്ചയും കൂടി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി എണ്ണാനുള്ള മേഖലകളുടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും പതിവ് സ്വഭാവവും വിലയിരുത്തിക്കൊണ്ട് നമുക്കൊരു പ്രവചനം സാധ്യമല്ലാത്ത സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ഇനി എത്ര വോട്ടുകൾ കൂടി എണ്ണാനുണ്ട്? 1.5 ലക്ഷത്തിന് താഴെ വോട്ടുകൾ എന്നുള്ളതായിരുന്നു ഒരു അരമണിക്കൂർ മുമ്പ് നമുക്ക് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയ വിവരം. സ്വാഭാവികമായും അതിനുശേഷം എത്ര വോട്ടുകൾ എണ്ണി എന്നുള്ളൊരു കൃത്യമായ കണക്ക് നമുക്ക് വന്നിട്ടില്ല. നിലവിൽ ഏതാണ്ട് 3000-ഓളം വോട്ടുകളുടെ ലീഡാണ് അഡ്വക്കേറ്റ് വി ജോയ്ക്കുള്ളത്. അതിൽ തന്നെ ലീഡ് നില കൂടുകയും ഉയരുകയും ചെയ്യുന്നുണ്ട്. ഓരോ നിമിഷങ്ങൾ മാറുമ്പോൾ, സെക്കൻഡുകൾ മാറുമ്പോൾ തന്നെ ലീഡ് നിലയിൽ നേരിയ വ്യത്യാസം വരുന്നുണ്ട്. മനസ്സിലാക്കാനാകുന്നത് ആര് വിജയിച്ചാലും നേരിയ ഭൂരിപക്ഷത്തിനായിരിക്കും ആറ്റിങ്ങൽ കീഴടക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ബൂത്തുകൾ കോൺഗ്രസിന്റെ UDFന്റെ സ്വാധീന മേഖലകളാണോ? UDFനും LDFനും ഒരുപോലെ സ്വാധീനമുള്ള മേഖലകളാണ് നികേഷിനി എണ്ണാനുള്ളത്. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇതിനു മുൻപ് വോട്ടെണ്ണൽ പൂർത്തിയാക്കിയ നിയമസഭാ മണ്ഡലങ്ങളിൽ പല ബൂത്തുകളിലും LDFന് സ്വാധീനമുള്ള മേഖലകളിൽ UDF ഇത്തവണ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. പലയിടങ്ങളിലും, എല്ലായിടത്തുമല്ല. തിരിച്ചും അതുപോലെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വോട്ടെണ്ണൽ പൂർത്തിയാക്കാനുള്ള ഇടങ്ങളിലും അത്തരമൊരു സ്വഭാവം പ്രകടമാവുകയാണ് എങ്കിൽ നമുക്കൊരു പ്രവചനം സാധ്യമല്ലാത്ത തരത്തിലാണ് നിലവിലുള്ളത്. എന്ന് മാത്രമല്ല, ഇനി വോട്ടെണ്ണൽ പൂർത്തിയാക്കാനുള്ള ഇടങ്ങളിലൊന്നും തന്നെ ഇടതുമുന്നണിക്കോ UDFനോ ഒരുപോലെ സ്വാധീനം ആർക്കെങ്കിലും ഒരു മേൽക്കൈ പ്രവചിക്കാൻ പറ്റുന്ന ഇടങ്ങളിലല്ല. രണ്ട് കൂട്ടർക്കും ഒരുപോലെ സ്വാധീനമുള്ള ഇടങ്ങൾ കൂടിയാണ്. അതുകൊണ്ടാണ് പ്രവചനം സാധ്യമല്ല എന്ന് ഞാൻ പറഞ്ഞത്. ഏതായാലും ഒരു 3000-ഓളം വോട്ടുകളുടെ ലീഡ് ഇപ്പോൾ വി ജോയിക്ക് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ലീഡ് നിര കുറയുന്ന ഒരു കാഴ്ച കൂടി സെക്കൻഡുകൾ വെച്ച് മാറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും നേരിയ ഭൂരിപക്ഷം ഇപ്പോൾ അഡ്വക്കേറ്റ് വി ജോയിക്കുണ്ട്. ഇടത് കോട്ട കഴിഞ്ഞ തവണ കൈവിട്ടു പോയ ഇടത് കോട്ടയിൽ നേരിയ തോതിലെങ്കിലും തിരിച്ചു വരാനും ആ കോട്ട ഏതൊക്കെ ബൂത്തുകളാണ് എണ്ണാനുള്ളത് എന്നൊന്ന് കണ്ടുപിടിച്ചിട്ടൊന്ന് പറയാമോ? വാമനപുരം, കാട്ടാക്കട, പൂവച്ചൽ മേഖലകളിലുള്ള ബൂത്തുകളാണ് ഇനി എണ്ണാനുള്ളത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അവിടങ്ങളിലൊക്കെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരു കൂട്ടർക്കും സ്വാധീനമുള്ള മേഖലകളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിക്കാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. അഡ്വക്കേറ്റ് വി ജോയിയുടെ പഞ്ചായത്തായ അഴൂർ പഞ്ചായത്തിൽ പോലും വി ജോയി പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. 2084 വോട്ടുകൾക്ക് വി ജോയ് മുന്നിൽ നിൽക്കുന്നു. ഇപ്പോഴും അവസാന നിമിഷവും ലീഡ് നില മാറിമറിയാനുള്ള സാധ്യത ണ്ട്. കാട്ടാക്കട, പൂവച്ചൽ അടക്കമുള്ള സ്ഥലങ്ങളിലാണ്, വാമനപുരം അടക്കമുള്ള സ്ഥലങ്ങളിലാണ് പഞ്ചായത്തിൽ നിന്നാണ് ജോയി രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത്. അവിടെ പക്ഷേ ഇപ്പോൾ അടൂർ പ്രകാശ് LDFന്റെ കോട്ടകളിൽ UDF അപ്രതീക്ഷിതമായ മുന്നേറ്റം നടത്തിയിരിക്കുന്നു. UDFന്റെ കോട്ടകളിൽ LDF അപ്രതീക്ഷിതമായ മുന്നേറ്റം നടത്തിയിരിക്കുന്നു. എന്താണ് ആറ്റിങ്ങൽ സംഭവിച്ചത് എന്നുള്ളത് വിശദമായ പഠനത്തിന് വിധേയമാക്കേണ്ടതാണ്. 2084 വോട്ടുകൾക്ക് ഇപ്പോൾ വി ജോയ് ആറ്റിങ്ങൽ മുന്നിട്ട് നിൽക്കുന്നു. അവസാനം 2059 വോട്ടുകളായി ലീഡ് മാറിയിരിക്കുന്നു. വി ജോയ് ആറ്റിങ്ങലിലെ വി ജോയിയുടെ ലീഡ് നേരിയ കുറവുണ്ട്. 2059 വോട്ടുകളായി വി ജോയിയുടെ ലീഡ് കുറഞ്ഞിരിക്കുന്നു. 2059 വോട്ടുകളായി ലീഡ് വി ജോയ്ക്ക് കുറഞ്ഞിരിക്കുന്നു. അതായത് നേരത്തെ അല്ലമീൻ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം UDFന്റെയും LDFന്റെയും സ്വാധീന മേഖലകളിലൂടെയാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിലെ വോട്ടെണ്ണൽ കടന്നു പോകുന്നത്. ഇനി കുറച്ച് വോട്ടുകൾ മാത്രമേ എണ്ണാനുള്ളൂ. പക്ഷെ മന്ദഗതിയിലാണ് വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത്. നിലവിൽ വി ജോയ്ക്ക് ബസ് റൂട്ട് അടൂർ പ്രകാശ് പിടിച്ചാൽ പോകും സാർ. റൈറ്റ്, 2059 വോട്ടുകളുടെ ലീഡാണ് വി ജോയ്ക്കുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊടിക്കുന്നിൽ സുരേഷ് അതേസമയം മാവേലിക്കരയിൽ വീണ്ടും ലീഡ് കുറയുകയാണ്. അതായിപ്പോൾ 2052 കുറഞ്ഞു. വി ജോയുടെ ലീഡ് 2059 നിന്ന് 2052 കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2000 കുറഞ്ഞിരിക്കുന്നു വി ജോയുടെ ലീഡ്. കൊടിക്കുന്നിലിൻ്റെ ലീഡ് 9953. അവിടെ പക്ഷേ ഒരു മത്സരം കാഴ്ചവെക്കാൻ അരുൺകുമാറിന് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഏതായാലും ജോയോട് നല്ല മത്സരം കാഴ്ചവെക്കുന്നുണ്ട് അടൂർ പ്രകാശ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏത് ഘട്ടത്തിലും വി ജോയുടെ ലീഡ് താഴെ വീഴാം. കാരണം അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് അപ്രമാദിത്വമുള്ള മേഖലയിലൂടെയല്ല. അതെ, തുല്യ ശക്തികളായിട്ടുള്ള കേന്ദ്രങ്ങളിലൂടെയാണ് വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത്. അതുകൊണ്ട്
വി ജോയിയുടെ ലീഡ് എപ്പോൾ വേണമെങ്കിലും ക്ലൈമാക്സിൽ ആർക്കും ആധിപത്യമില്ല. ആർക്കും അത്ഭുതം ആധിപത്യം സംഭവിക്കാം. ഉണ്ടാകാം, ആരും വീഴാം, ആരും വാഴാം. ഇതാണ് നില. 2059 വോട്ടുകൾക്ക് ഇപ്പോൾ ലീഡ് വി ജോയിക്കൊപ്പമാണ്. വി ജോയ് ആറ്റിങ്ങലിൽ CPM-ന്റെ അഭിമാനം കാക്കുമോ എന്നാണ് നമുക്കറിയേണ്ടത്. 2059 വോട്ടുകൾക്ക് മാത്രമാണ് വി ജോയ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. ഇപ്പോൾ പ്രസന്നവദനായ 1000-ൽ താഴേക്ക് വീഴാതെ നിൽക്കാൻ വി ജോയ്ക്ക് ഈ റൗണ്ടിൽ കൂടി കഴിഞ്ഞാൽ വി ജോയ്ക്ക് വിജയത്തിലേക്ക് എത്താം. പക്ഷേ 1000-ന് താഴേക്ക് പോയാൽ സ്ഥിതി വഷളാവും. വി ജോയുടെ ലീഡ് 2011 വീണ്ടും കുറഞ്ഞിരിക്കുന്നു. 2011 നേരിയ കുറവ് ഇപ്പോൾ വി ജോയ്ക്ക് ലഭിച്ചിരിക്കുന്നു. 2052 എന്നുള്ളത് 2011 കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ക്ലിഫ് ഹാങ്ങറായി, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശക്തമായ മത്സരമായി മാറിയിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും ശക്തമായ മത്സരം ആറ്റിങ്ങലിൽ. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായിട്ടുള്ള മത്സരം. നേരിയ മുന്നേറ്റം വി ജോയ് നടത്തിയിട്ടുണ്ട് 2011-ലേക്ക്. 2116 നേരിയ മുന്നേറ്റം. 2-1-1-6 ഒന്നിച്ചു പറഞ്ഞേ. 2-1-1-6 2116 വോട്ടുകൾക്ക് ഇതാ ഇപ്പോൾ വി ജോയ് മുന്നിലെത്തി നിൽക്കുന്നു. നേരത്തെ 2011 വോട്ടുകൾക്കായിരുന്നു വി ജോയ് മുന്നിൽ നിന്നതെങ്കിൽ ഇപ്പോൾ 2116 വോട്ടുകൾക്ക് വി ജോയ് മുന്നിൽ നിൽക്കുന്നു. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ ശക്തമായ മത്സരമാണ് പ്രേക്ഷകർ കാണുന്നത്. വി ജോയും അടൂർ പ്രകാശും തമ്മിലുള്ള മത്സരം. അതിലിപ്പോൾ വി ജോയിയാണ് മുന്നിൽ നിൽക്കുന്നത് 2116 വോട്ടുകൾക്ക്. ചെറിയ വോട്ടുകളുടെ വ്യത്യാസത്തിനാണെങ്കിലും അല്പം മുന്നേറ്റം കാഴ്ചവെക്കാൻ വി ജോയ്ക്ക് സാധിക്കുന്നുണ്ട്. 2116 വോട്ടുകൾക്കാണ് ഇപ്പോൾ വി ജോയ് മുന്നിൽ നിൽക്കുന്നത്. 2116 വോട്ടുകൾക്ക്. ഏറ്റവും പുതിയ വിവരങ്ങളാണ്. അതായത് കൗണ്ടിംഗ് സ്റ്റേഷനിൽ നിന്ന് നേരിട്ട് ഹോട്ട്ലൈനിലൂടെ റിപ്പോർട്ടർ TVയുടെ ന്യൂസ് ഡെസ്കിലേക്ക്, ബ്രേക്കിംഗ് ന്യൂസ് ഡെസ്കിലേക്ക് നേരിട്ട് ഞങ്ങളുടെ പ്രതിനിധി എത്തിക്കുന്ന വിവരങ്ങളാണ് പ്രേക്ഷകരിലേക്ക് അപ്പോൾ കൈമാറുന്നത്.